എൻ്റെ കറി തിളയ്ക്കുന്ന തിളക്കലേ ഉണ്ടോ? ഇത് പേളി ചേച്ചിയുടെ ഗ്രാൻഡ് മാസ് റെസിപ്പിയാണ്. വാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേളി ചേച്ചി ഈ അടുത്ത് പോസ്റ്റ് ചെയ്ത ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്തത്. നല്ല കിഡു ഐറ്റം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫിഷ് മോളി ട്രൈ ചെയ്യണേ. അതും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്കൊരു ടേസ്റ്റ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേ ഉണ്ടായിരുന്നില്ല. സാൽമൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്തത്. നമ്മുടെ സാധാ പൊടികളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ സാൽമൺ ഒന്ന് അലങ്കോലപ്പെടുത്തി, എന്നിട്ടൊരു 1/2 hour വെച്ച് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ആ ഫ്രൈ ചെയ്ത് സെയിം പാനിൽ തന്നെ ജിഞ്ചർ ഗാർലിക് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് അതിൽ ഉള്ളി വഴറ്റി, ക്യാപ്സിക്കം ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി, എന്നിട്ട് തക്കാളി ഇട്ട് അതും വഴറ്റി. നമുക്കിവിടെ 1-ാം പാല് 2-ാം പാല് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് തേങ്ങാപ്പാലൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരുത്തിയിട്ട് 1-ാം പാലും 2-ാം പാലും ആക്കി. അതിനുശേഷം 2-ാം പാൽ ഒഴിച്ചു, അതിൽ മീനിട്ടു, ഒന്ന് തിളപ്പിച്ചു, പിന്നെ 1-ാം പാൽ ഒഴിച്ചു, ജസ്റ്റ് ചൂടാക്കി ഇറക്കി. നമ്മളിത് ചപ്പാത്തിക്കും ചോറിക്കും ട്രൈ ചെയ്തു, പക്ഷെ ചോറിക്കാണ് ബെസ്റ്റ്.